നമസ്കാരം, എല്ലാവർക്കും രുചിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ സ്നാക്കാണ്. ഒരുപക്ഷെ ഇത് എല്ലാവരും ഉണ്ടാക്കിയിട്ടുണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല, എന്നാലും ഒരു പ്രത്യേക കോമ്പിനേഷൻ ചെയ്യാമെന്ന് വെച്ചു. അതായത് നമ്മുടെ സാധാ നാടൻ ചേമ്പ്, ഉരുളക്കിഴങ്ങ്, ഉണക്കമീൻ ഒക്കെ വെച്ചിട്ട് നമുക്കൊരു സ്നാക്ക്. എല്ലാവർക്കും ഇഷ്ടമാണ് ഉണക്കമീനൊക്കെ. ചിലർ തീയൽ വയ്ക്കാറുണ്ട്, അല്ലാതെ ഉള്ളത് കറിയൊക്കെ വെക്കാറുണ്ട്. ഉണക്കമീൻ സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ ചിലപ്പോൾ മീനിൻ്റെ അഭാവങ്ങൾ, മീൻ ഷോർട്ടേജൊക്കെ വരുന്ന സമയത്ത് നമ്മളൊരു ചെറിയ ഉണക്കമീനൊക്കെ നമ്മൾ വാങ്ങിച്ച് വറുത്ത് എടുക്കാറുണ്ട്. വളരെ ടേസ്റ്റിയാണ്. കഞ്ഞിയുടെ കൂടെ പിന്നെ ചുമന്നുള്ളിയൊക്കെ ഇട്ട് അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ അത് വെച്ചൊരു സ്നാക്കാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ഇത് ഉണക്കമീനാണ്. ഇത് നമ്മൾ അല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പ് വേണ്ട ഇതിന്, കാരണം ഇച്ചിരി കുരുമുളക് ഇട്ട് വറുത്താണ്. ഓൾറെഡി ഉണക്കമീൻ എന്ന് പറഞ്ഞാൽ ഉപ്പ് ഉണ്ടല്ലോ. പിന്നെ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് പറയുന്നത് ചേമ്പ് ഞാനിപ്പോൾ അങ്ങനെ കാണിച്ചതെന്ന് പറഞ്ഞാൽ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മളത് പുഴുങ്ങി പൊടിച്ചതാണ്. ഉരുളക്കിഴങ്ങുണ്ട്. ഇതാണ് ഈ നമ്മൾ ഈ മഞ്ഞളും കുരുമുളകും ഇട്ട് വറുത്ത ഒന്ന് പുരട്ടി മാരിനേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മളത് വറുത്തെടുത്താണ്. അത് നമ്മൾ മിക്സിയിലിട്ട് നല്ലതായിട്ടൊക്കെ പൊടിച്ചു. അപ്പോൾ ഉണക്കമീൻ അതുപോലും അറിയത്തില്ല, പക്ഷെ നല്ല ഉപ്പുണ്ടേ. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം ഇതിടാനായിട്ട്. പിന്നെ പെരുജീരകത്തിൻ്റെ പൊടി, പച്ചമുളക്, സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ അതിനാവശ്യമായ പൊടികൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടി, കടുക്, ഉപ്പ്, കുരുമുളക് പൊടി, ഇതെല്ലാം അല്പം എടുത്തിട്ടുണ്ട്. അതൊക്കെ ചിലപ്പോൾ അതിൻ്റെ ആവശ്യത്തിന്. പിന്നെ ഞാനൊരു ചട്നി ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. പിന്നെ നമ്മളിതൊന്ന് വറുത്തെടുക്കുകയാണ്. അപ്പോൾ അതിന് ആവശ്യമായുള്ള ബ്രെഡ് ക്രംസും മുട്ടയുമുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ മസാലയൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതിന് നമുക്ക് പാനൊന്ന് കത്തിച്ച് പാനൊന്ന് ചൂടാക്കി വെളിച്ചെണ്ണ, അങ്ങ് ഒരുപാട് ഇതിനകത്ത് ഒഴിക്കരുത്. കാര്യം എന്ന് വെച്ചാൽ പിന്നെ അങ്ങ് ശരിക്കും എണ്ണ കലിച്ചു നിൽക്കും. അപ്പോൾ നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ മാത്രം ചെയ്താൽ മതിയാവും. അതിനകത്തൊരല്പം കടുക് പൊടിയുന്നുണ്ട്. കടുകിനൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. അപ്പം നമുക്ക് ഒരല്പം കടുക് ഒന്ന് പൊട്ടിച്ച് കൊടുക്കാം. പാനൊന്ന് ചൂടായി വരാനുള്ള സമയം. അപ്പം നമ്മൾ ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പിടാതെ തന്നെ ഞാൻ എടുത്തിരിക്കുന്ന ഇതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഉണക്കമീൻ എന്ന് പറയുന്നത് പലതിൻ്റെ കിട്ടും. ചില വാളയുടെ ഉണ്ട്, പിന്നെ സ്രാവുണ്ട്, പിന്നെ വരാലിൻ്റെ ഉണ്ട്. അപ്പം എന്താണെന്നോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇച്ചിരി ഇതായിട്ടുള്ളത് എന്തായാലും അത് പൊടിക്കുമ്പോൾ അതങ്ങ് നല്ലതായിട്ട് അതിൻ്റെ ഇതോടുകൂടി അങ്ങ് പൊടിയും. അപ്പോൾ അതുകൊണ്ട് പിന്നെ അങ്ങനെ ഇതൊന്നുമില്ല. പിന്നെ ടേസ്റ്റി ആയിട്ടുള്ളത് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വാങ്ങിക്കാം. കടുക് പൊട്ടിച്ച് കഴിഞ്ഞു അല്പം ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ അതിൻ്റെ ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ അതിനാവശ്യമായിട്ട് അത് ചേർത്തോളൂ, അത് കറക്റ്റായിട്ട്. ഞാൻ ഏകദേശം ഒരു 1.5 സ്പൂൺ ഇഞ്ചി ഇടുന്നുണ്ട്. വെളുത്തുള്ളിയും ഏകദേശം ഒരു നല്ലൊരു സ്പൂണ്. കാരണം വെളുത്തുള്ളിയുടെയൊക്കെ ടേസ്റ്റ് കിട്ടണം അതിന്, ആ ചേമ്പിന് അത് കിട്ടണം. അതുകൊണ്ട് വെളുത്തുള്ളി ഇപ്പോൾ ഇച്ചിരി കൂടുതൽ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. അല്പം പച്ചമുളക് ചെറുതായിട്ട് ഇങ്ങനെ വട്ടത്തിൽ അരിഞ്ഞതാണ്. പച്ചമുളക് ചിലർക്ക് ഈ കടിക്കുന്നത് വലിയ ഇഷ്ടമാണ്. പച്ചമുളകിൻ്റെ ഒരു ടേസ്റ്റ് ശരിക്കും ഇതിനിടുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ എന്താ ചെയ്യുന്നത്, ചിലർ പറയും ഭയങ്കര എരിയെന്ന് പറയും. അതിന് ഞങ്ങൾ ചെയ്യുന്നത് സിസേഴ്സ് വെച്ചിട്ട് പച്ചമുളകിൻ്റെ ടേസ്റ്റ് കിട്ടുക വേണം. സിസേഴ്സ് വെച്ചിട്ട് നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ അതിന് അരി കളഞ്ഞിട്ട് അതിൻ്റെ ആ വട്ടം മാത്രം എടുത്തിട്ട് ചെയ്യും. അപ്പോൾ ആ പച്ചമുളകിൻ്റെ ഒരു ഫ്ലേവർ കിട്ടും, ഒരുപാട് എരിയുമില്ല. ഇപ്പോൾ സാധാരണ പച്ചമുളകൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ അരി അങ്ങ് കളഞ്ഞാൽ മതി. എരി വേണ്ടവർ അതിൻ്റെ അരി എടുക്കാം. ചില പച്ചമുളകിന് നല്ല എരിവായിരിക്കും. അപ്പോൾ അതുകൂടെ ഒന്ന് ശ്രദ്ധിച്ചെടുത്തേച്ചാൽ മതി. ഇതൊക്കെ ഓരോന്ന് നമുക്ക് ഈ പച്ചമോരിനൊക്കെ ചിലത് കണ്ടില്ലേ, നമ്മൾ പച്ചമോരൊക്കെ ചെയ്യുന്ന സമയത്ത് ചിലർ ഈ പച്ചമുളക് കൂടുതലിടുന്ന സമയത്ത് കൂടുതൽ ഈ എരി അങ്ങ് ഭയങ്കരമായിട്ട് നിൽക്കുന്ന സമയത്ത് പച്ചമുളക്, അപ്പോൾ അതിനെ ചെയ്യേണ്ട പച്ചമുളകിൻ്റെ ടേസ്റ്റ് കിട്ടും നമുക്ക്. അതിന് ആ അരി മാത്രം മാറ്റിയിട്ട് എടുത്താൽ മതിയാവും. നമുക്കിതിൻ്റെ കൂടെ തന്നെ ഈ സവാളയും കൂടെ വഴറ്റി ചേർക്കാം. സവാള ഒരു 2-3 സവാള
മീഡിയം സവാള ഒരു 4 ഉണ്ട്. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ അതുകൊണ്ട് ഇട്ട് ഒരല്പം ഉപ്പൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. അതൊക്കെ വഴണ്ടോളൂ. അപ്പം ഞാൻ ഉപ്പ് ഒരുപാട് അങ്ങ് ഇടുന്നില്ല. കാര്യം എന്ന് വെച്ചാൽ ഈ ഉണക്കമീൻ ഉപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിന് ആവശ്യമായ ഉപ്പ് മാത്രം ഇട്ടാൽ മതിയാവും. നമ്മൾ പിന്നെ ചേമ്പിനും ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ മാത്രം നമുക്ക് വേണമെങ്കിൽ ഇച്ചിരി ഉപ്പ് വെള്ളം വേണമെങ്കിലൊന്ന് മിക്സ് ചെയ്ത് വെച്ചാൽ മതി. കാരണം ഇതെല്ലാം ചേർന്ന് കഴിഞ്ഞിട്ട് നമുക്കതിൻ്റെ ഉപ്പ് കറക്റ്റ് ചെയ്തോ. നമ്മളിതിനായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ സാധാരണ ഫിഷ് ഫില്ലിങ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതെല്ലാം വളരെ വ്യത്യസ്തമായിട്ട്. കാരണം ഒരു നാടൻ ഡിഷാണ് ഇത്. ശരിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. ഇത് ഒരു തനി നാടൻ ഡിഷ്. നമുക്ക് എന്താണെന്ന് മനസ്സിലാകത്തില്ല. ശരിക്കും നമ്മൾ കഴിച്ച് കഴിയുമ്പോൾ നമുക്കിത് എന്താണെന്ന് മനസ്സിലാവില്ല. ശരിക്കും എന്തിൻ്റെ ഫ്ലേവറാണെന്ന് അറിയാവുന്നവർക്കറിയാം. പക്ഷെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിഷാണ്. അപ്പം നമ്മളിനി മുമ്പേ ഞാൻ പറഞ്ഞില്ല, എന്നാലും നമ്മൾ പ്രധാന ഒരു ഇൻഗ്രീഡിയൻ്റാണ് കറിവേപ്പില. നമ്മൾ ആ ഇൻഗ്രീഡിയൻസ് പറഞ്ഞ കൂട്ടത്തിൽ പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ കറിവേപ്പില ഒരു ഭയങ്കര ടേസ്റ്റ് കൊടുക്കും. കാരണം തനി നാടൻ ഡിഷായതുകൊണ്ട് നമ്മൾ കറിവേപ്പില ഒരു വളരെ പ്രധാന പങ്ക് വഹിക്കുന്നത് അതിനകത്ത്. അതിന് ടേസ്റ്റ് കൊടുക്കാനും എല്ലാത്തിനും. ഇപ്പോൾ ചെറിയ സിസേഴ്സ് ഉണ്ടെങ്കിൽ അത് വെച്ച് മുറിച്ചിട്ടാലും മതി. തീരെ ചെറിയ ഇങ്ങനെ പൊടിച്ചൊന്ന് കീറിയിട്ട് കൊടുക്കാം. കാരണം അല്ലെങ്കിൽ നമ്മളിത് റോൾ ചെയ്ത് പിടിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഇതിങ്ങനെ തള്ളി നിൽക്കും. അതുകൊണ്ട് നമ്മൾ ചെറിയ സിസേഴ്സ് ഇട്ട് എന്നാൽ കറിവേപ്പില മുറിക്കുമ്പോൾ തന്നെ ചെറിയ കറിവേപ്പില ആണെങ്കിൽ നല്ല നമ്മളിത് ഇങ്ങനെ നുറുക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ല് വരും. ഒരു ചെറിയ ഇളം തണ്ട് കറിവേപ്പിലയൊക്കെ ഇതിൻ്റെ കൂട്ടത്തിൽ. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ നമ്മൾ ഉപ്പൊക്കെ ഇട്ടു. ഇനി ഇതിന് ആവശ്യമായ പൊടികളിടാം. അപ്പം ഞാനിവിടെ അല്പം മഞ്ഞൾപ്പൊടി, ഏതാണ്ടൊരു നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട മീൻ വറുത്തത്, അതുകൊണ്ട് മഞ്ഞൾപ്പൊടി അങ്ങ് ഒരുപാട് വേണ്ട. പിന്നെ അല്പം കുരുമുളക് പൊടി, ഒക്കെ ടേസ്റ്റ് നല്ലതാണ്. ഇത് അല്പം ഗരം മസാല, ഒരല്പം മല്ലിപ്പൊടി, ഇനി ഒരല്പം മുളക് പൊടി. ഇതെല്ലാം കൂടെ അതിൻ്റെ ആ ഒരു പച്ച മണം ഒന്ന് മാറണേ. നമ്മൾ ഒരുപാട് അങ്ങ് വെളിച്ചെണ്ണ എടുക്കരുത്. കാരണം വെളിച്ചെണ്ണ അങ്ങ് കലിച്ചൊതിക്കുക. അഥവാ വെളിച്ചെണ്ണ വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് ആവശ്യത ചേർത്താൽ മതിയാവും. ഇപ്പോൾ അതിൻ്റെ ആ ഒരു ഇതെല്ലാം കൂടെ നല്ല ആ മസാല എല്ലാം കൂടെ ഒന്ന് പിടിച്ച് ആവശ്യത്തിന്. കാരണം നോൺ സ്റ്റിക്കിൻ്റെ ഇതും കൂടെ ആയതുകൊണ്ട് കറക്റ്റായിട്ടാണ് നിൽക്കുന്നത്. അതൊരു നല്ലൊരു ഇൻഗ്രീഡിയൻ്റാണ് അല്പം പെരുംജീരകത്തിൻ്റെ പൊടി. അപ്പം നമുക്ക് അത് പെരുംജീരകം മീനിൻ്റെ ഏത് ഡിഷിനും പെരുംജീരകത്തിൻ്റെ പൊടി ഒരല്പം ചേർത്താൽ അത് പ്രത്യേക രുചിയാണ്. അപ്പം നമ്മളൊരു പെരുംജീരകത്തിൻ്റെ പൊടി ഒരല്പം, നമ്മൾ ഫിഷിൻ്റെ മസാല പുരട്ടുന്ന സമയത്ത് ഒരല്പം പെരുംജീരകപ്പൊടി ഇട്ടാൽ നല്ലതാണ്. എല്ലാം ഏകദേശം എല്ലാം നല്ലതായിട്ട് ബ്ലെൻഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന ഈ ഉണക്കമീൻ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. നമുക്കറിയാം ഏകദേശം ആ സവാളയുടെയൊക്കെ എന്തുമാത്രം ചേരുന്നത്. ഉണക്കമീൻ നമുക്ക് ഉണക്ക മീൻ വെച്ച് ഇത് വെച്ച് ചമ്മന്തി
നമുക്ക് അഥവാ അധികം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അല്പം ചമ്മന്തി അരയ്ക്കാനൊക്കെ ഭയങ്കര നല്ലതാണ്. ചമ്മന്തി അതായത് തേങ്ങ വറുത്ത് ചേർത്ത് ചമ്മന്തി പൊടി പോലെ യൂസ് ചെയ്യാനും ഭയങ്കര നല്ലതാണ്. ഞാനിപ്പോൾ ഇതിനാവശ്യമായ ഏകദേശം ഒരു 1/4 കിലോ ഇതാണ്. എനിക്ക് കൂടുതൽ പൊടിച്ചിട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ ഇതിനകത്ത്. കാരണം അതിൻ്റെ ഫ്ലേവർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരല്പം മല്ലിയില. മല്ലിയിലൊക്കെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. മല്ലിയിലയൊന്നും വളരെ നിർബന്ധമൊന്നുമില്ല. പിന്നെ ഇതെല്ലാം കൂടെ ഒന്ന് നല്ലതായിട്ട് മിക്സ് ആക്കുക. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഒരുപാട് എണ്ണ ആയിട്ടില്ല. കറക്റ്റായിട്ട് ഇതെല്ലാം കൂടെ അതിൻ്റെ ഒരു പാകത്തിന്. എണ്ണ വേണമെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഇച്ചിരൂടെ പിന്നെ ഒഴിച്ചു കൊടുത്താൽ മതിയോ. ഒന്ന് തീയൊന്ന് കൂട്ടി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ്. കുരുമുളക് പൊടിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് വേണമെങ്കിൽ അതിനനുസരിച്ച് വേണം ചേർക്കാം. ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഞാൻ നന്നായിട്ട് ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ വേണമെങ്കിൽ കുരുമുളക് പൊടിയോ എന്തെങ്കിലും പെരുജീരകത്തിൻ്റെ പൊടിയുടെ കുറവോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നല്ലതായിട്ട് ഇതുമായിട്ടൊക്കെ മിക്സ് ചെയ്യാം. കാരണം ഈ മസാല നമ്മുടെ ഈ ചേനയുടെയും ഉരുളക്കിഴങ്ങിൻ്റെയും ഒക്കെ കൂടെ മിക്സ് ആകുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഫ്ലേവർ എടുത്തറിയണം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ തീ ഓഫ് ചെയ്യുകയാണ്. ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ബൗളിലേക്ക് എടുക്കുന്നതിന് മുമ്പേ നമ്മൾ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്ന ചേമ്പ് പുഴുങ്ങി പൊടിച്ചത് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം. പിന്നെ നമ്മളത് ചേമ്പ് പുഴുങ്ങി എല്ലാവർക്കും അറിയാമല്ലോ, ചേമ്പ് പുഴുങ്ങുന്നത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കിഴങ്ങൊക്കെ ഒരു 2 കിഴങ്ങാണ് ഞാൻ എടുത്തേക്കുന്നത് ആവശ്യത്തിന്. ഇതിൻ്റെ കൂട്ടത്തിൽ മിക്സ് ചെയ്ത് രണ്ടും കൂടെ നല്ലതായിട്ട് അങ്ങ് മിക്സ് ചെയ്യാം. നമുക്ക് ഇത് ആദ്യമേ ഒരു വേറെ പാത്രത്തിലേക്കൊന്ന് മാറ്റിയിട്ട് നമുക്ക് ആവശ്യാനുസരണം നമുക്ക് കിഴങ്ങിൻ്റെയും ഇതിൻ്റെ അനുസരിച്ച് കൂടുതൽ നമ്മൾ വഴറ്റിയെങ്കിലും ഇനി എന്തുമാത്രം ആവശ്യത്തിന് ഉപ്പിൻ്റെ എല്ലാം ഇതൊന്ന് കൺസിസ്റ്റൻസി നോക്കിയിട്ട് കറക്റ്റായിട്ട് നോക്കിയതിന് ശേഷം നമുക്ക് ഓരോന്ന് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ചേർത്ത് നല്ല ചൂടോടെ തന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ അങ്ങ് മിക്സ് ചെയ്യാം. നമ്മളിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് കൈവച്ച് ഇത് ഒന്നുകൂടെ നന്നായിട്ട് അത് കുഴച്ച് കഴിയുമ്പോൾ അതിൻ്റെ കറക്റ്റായിട്ട് വേണമെങ്കിൽ ഇച്ചിരി കൂടെ വേണമെങ്കിൽ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ചേർക്കണോ വേണ്ടേ എന്നുള്ളത് നമുക്ക് അന്നേരം അറിയാം. കൈ ഒന്ന് നനച്ചിട്ട് വേണമെങ്കിൽ ഇപ്പോൾ ഇതൊന്ന് യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് അതിൻ്റെ ഉപ്പും അതിൻ്റെ പാകത്തിനാണ്. ആ ഉണക്കമീൻ്റെയൊക്കെ നല്ല ഒരു സ്മെല്ല് വരുന്നുണ്ട്. ശരിക്കും ഇതുമായിട്ട് നല്ലതായിട്ടങ്ങ് യോജിക്കണം. അല്ലെങ്കിൽ ശരിക്കും കാരണം നമ്മൾ ചേമ്പിനകത്തും ഉരുളക്കിഴങ്ങിനകത്തും ഒന്നും നമ്മൾ ഉപ്പ് ചേർക്കാത്തതുകൊണ്ട് ആ കറക്റ്റ് വന്നില്ലെങ്കിൽ ഒരു പ്ലെയിൻ ആയിട്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് നല്ലതായിട്ടത് മിക്സ് ആവണം.
ഇപ്പോൾ നല്ലതായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറക്കാനായിട്ട് ചെറുതായിട്ടൊന്ന് ഒരു ചെറിയ റോളായിട്ടോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്കത് പിടിച്ചു വെക്കാം. അപ്പോൾ ഇത് നല്ലതായിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട്. നമ്മളെ കൈ ഒന്ന് നനയ്ക്കുക. എന്നിട്ട് നമുക്ക് ഒരു പ്ലേറ്റ് എടുത്ത് നമ്മുടെ ഇതിൻ്റെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് ചെറുതായിട്ട് ബോളായിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ചെറുതായിട്ട് അല്ലെങ്കിൽ പരത്തിയോ അല്ലെങ്കിൽ നീളത്തിലോ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇത് ചെറിയ 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 റോളായിട്ട് നമുക്കിത് ഒന്ന് ചെയ്തെടുക്കാം. മുട്ടയിലൊന്ന് മുക്കി ബ്രെഡ് ക്രംസിലൊന്നെടുത്ത് ഇത് ശരിക്കും അറിയത്ത് പോലുമില്ല. ശരിക്കും എന്തെങ്കിലും എന്ത് സ്നാക്ക് അതുപോലും മനസ്സിലാകത്തില്ല നമ്മൾ ചെയ്ത് കഴിക്കാൽ. ചെറിയ റോളാക്കും. കൈ അഥവാ കൈയൊന്ന് ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ ചെറിയ നമ്മൾ വെള്ളത്തിലൊന്ന് നമ്മുടെ കൈയൊന്ന് നനച്ച് കൊടുത്താൽ മതിയാവും. ചെറിയ ചെറിയ ബോൾസ് അതാണ് നല്ലത്. കാരണം കാരണം ഈ ഇതിൻ്റെ ഉണക്കമീൻ്റെയൊക്കെ ഇതായതുകൊണ്ട് ഒരുപാടങ്ങ് നമുക്ക് ഒത്തിരി വലിയ സാധനം വേണ്ട. നമുക്കൊരു ചെറിയ ബോൾ ഒരു അത്യാവശ്യം അതിൻ്റെ ചട്നിയുടെ കൂടെയൊക്കെ നമുക്ക് തിന്നാനായിട്ട് ഇത് അങ്ങനെ ചെയ്താൽ മതിയാവും. ബ്രെഡിൻ്റെ ക്രംസാണ് എടുത്തിരിക്കുന്നത്. ഞാൻ റസ്കിൻ്റെ പൊടിയല്ല, ബ്രെഡ് ക്രംസാണ് ചെറുതായിട്ട് പൊടിച്ചെടുത്തേക്കുന്നത്. ഈവൻ ബ്രെഡ് അങ്ങനെ ഇല്ലെങ്കിൽ വേണമെങ്കിൽ മൈദ അല്പം കലക്കി അല്ലെങ്കിൽ കോൺഫ്ലവറോ എന്തെങ്കിലും കലക്കി അതിനകത്ത് മുക്കിയാലും മതി. കാരണം അതൊരു പശപ്പുള്ളതാണ്. അതിനകത്ത് പിടിച്ചാലും മതിയാവും. മുട്ടയുടെ ചുമപ്പ് വേണ്ട എന്നുണ്ടെങ്കിൽ മുട്ടയുടെ വെള്ളയ്ക്കകത്ത് വേണമെങ്കിലും ഇത് പിടിച്ചെടുക്കാം. ചെറിയ ചെറിയ ബോളായിട്ട് വേണമെങ്കിൽ നീളത്തിൽ വേണമെങ്കിൽ നീളത്തിൽ ഒരു ഷേപ്പിൽ നീളം വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഒരു അല്പം ഷേപ്പ് ഒന്ന് മാറ്റി നമുക്കിനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനാവശ്യമായ വെളിച്ചെണ്ണ എനിക്ക് ഇണങ്ങിയ ഒരു പാത്രമാണ് ഈ ഫ്രൈങ് പാൻ. നോൺ സ്റ്റിക്കിൻ്റെയൊക്കെ ഉണ്ട്. പക്ഷേ ഞാനിത് നേരത്തെ മുതലേ മീൻ ഫ്രൈ ചെയ്യാനും എല്ലാത്തിനും ഞാൻ ഈ പിടിയുള്ള സാധനം ഇങ്ങനെ ഏതോ ഒരു എനിക്ക് തോന്നുന്ന എക്സിബിഷന് പോയപ്പോൾ വാങ്ങിച്ചൊരു സാധനവും. പക്ഷേ എനിക്ക് ഭയങ്കര പ്രയോജനവും എനിക്ക് ഭയങ്കര ഇഷ്ടവുമുള്ള ഒരു പാത്രമായത്. കാര്യം ഈ കറക്റ്റായിട്ട് എന്നെ അടുക്കി പിടിക്കാതെ ഈ സാധനം എനിക്ക് കറക്റ്റായിട്ട് കിട്ടും. അതുകൊണ്ട് ഞാൻ എല്ലാത്തിനും ഈ ഫ്രൈ ചെയ്യാനാണെങ്കിലും എല്ലാം പെട്ടെന്ന് നമുക്കൊരു പപ്പടം വേണമെങ്കിലും ഇതിനകത്ത് എടുക്കാം. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളവർ അതുകൊണ്ട് നമുക്ക് വറുത്തെടുക്കാൻ എളുപ്പം. ഒരുപാട് എണ്ണയും വേണ്ട ഇതിന്. നമുക്ക് ആവശ്യമായ വെളിച്ചെണ്ണ മാത്രം ഉപയോഗിച്ച് എടുക്കാം. നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു പപ്പടമൊക്കെ വറുത്തിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും ഫ്രൈ ചെയ്യണമെങ്കിൽ ഇപ്പോൾ അത്യാവശ്യം ഒരു പപ്പടം വറക്കണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് വറുത്തെടുത്തിട്ട് ആ എണ്ണയെ നമുക്ക് മീനാണെങ്കിലും ഒക്കെ വറക്കാം. അപ്പോൾ അത് വേസ്റ്റായി പോകത്തില്ല. അങ്ങനെ ഒരു ഗുണമുണ്ട്. ഇപ്പോൾ ഇതൊന്ന് ചൂടായിക്കോട്ടെ. നല്ല ചൂടായിട്ട് വേണം ഇത് എടുക്കാനായിട്ട്. നല്ലതായിട്ട് ഇത് ചൂടാണ്, അല്ലെങ്കിൽ ആ എണ്ണ കയറി അതങ്ങ് പിടിക്കും അത്. അപ്പോൾ അതുകൊണ്ട് നല്ല ചൂടാക്കി വേണം എടുക്കാനായിട്ട്. നമുക്കിപ്പോൾ നമ്മുടെ ഈ ബോൾസ് വറുത്തെടുക്കാം. നല്ല ഷേപ്പിൽ ഇതൊക്കെ വേണമെങ്കിൽ ഇച്ചിരി ചെറുതായിട്ടാണെങ്കിലും കട്ട്ലറ്റിൻ്റെ ഷേപ്പിലാണെങ്കിലും ഇത് പിടിച്ചെടുത്താൽ നല്ലതാണ്. നല്ല ഏത് ഇതാണെങ്കിലും ചെറിയ ട്രയാങ്കിൾ ഷേപ്പോ എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോരുത്തരുടെ ഇഷ്ടം. എണ്ണ ഇച്ചിരി ഭയമുള്ള കൂട്ടത്തിൽ അതാണ് ഞാനിങ്ങനെ ഇടുന്നത്. ചിലരൊക്കെ വളരെ ഈസി ആയിട്ട് എണ്ണയിലോട്ട് ഇങ്ങനെ ഇടുന്നത് കാണാം. പക്ഷേ എനിക്ക് ഇച്ചിരി ഒരു ഭയം, ഒരു പ്രാവശ്യം ഒരു പൊള്ളലേറ്റത് കൊണ്ടുള്ളൊരു ഭയത്തില്ല ഞാനിങ്ങനെ സൂക്ഷിച്ച് ഇതിലോട്ട് ഇട്ടിടുന്നത്. നമ്മൾ ഓൾറെഡി എല്ലാം വഴട്ടിയ സാധനമാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് പിന്നെ അങ്ങ് ഡീപ്പ് ഇതാവണ്ട, ഒരു നോർമലൊരു ഒക്കെ ആക്കി കൊടുത്തേച്ചാൽ മതി. എണ്ണ ചൂടായി കഴിഞ്ഞാൽ പിന്നെ അത് പെട്ടെന്നാവും. ഇത് നമുക്ക് ഒരുപാട് ടൈം എടുക്കത്തില്ല. നമുക്ക് ഇത് പിടിച്ച് വെച്ചാലൊക്കെ നല്ലതാണ്. എല്ലാവർക്കും ഇപ്പോൾ ഉണക്കമീൻ തന്നെ വേണമെന്നില്ല. ഉണക്കമീൻ്റെയൊക്കെ ടേസ്റ്റ് ഇഷ്ടമായിട്ട് ഇച്ചിരി ഇപ്പോൾ ഫിഷ് ഫ്രൈ ആണെങ്കിലും ഇത് യൂസ് ചെയ്യാം. ഏത് ഫ്രൈ ഇഷ്ടമുള്ളവർക്ക് ചിക്കൻ ചെയ്യാം, ചേമ്പിൻ്റെ കൂടെ എല്ലാം എന്തിൻ്റെ കൂടെ ഒരു കോമ്പിനേഷനായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. നമ്മൾ ഇച്ചിരി വെറൈറ്റി ആയിട്ട് ഇത് ചെയ്തെന്നുള്ളതേ ഉള്ളൂ.
ഉണക്കമീൻ സാധാരണ നമ്മൾ കറി വെച്ച് ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് ഇച്ചിരി അതിൻ്റെ ഒരു ടേസ്റ്റും അതിൻ്റെ ഫ്ലേവറും. ഒരുപക്ഷെ പഴയ തലമുറയ്ക്കൊക്കെ ആയിരിക്കും ഈ ഉണക്കമീൻ ഇഷ്ടമുള്ളത്. പുതിയ തലമുറയ്ക്കൊക്കെ ഇത് അറിയുമോ എന്ന് പോലും അറിയില്ല. ചെറിയ ഗോൾഡൻ ബ്രൗണ് തിരിച്ചിട്ട് കൊടുക്കണം നമ്മളെന്നെ. ഒരു സൈഡ് തന്നെ ഫുൾ ബ്രൗൺ ആവാതെ. ഈ ബ്രെഡ് ക്രംസ് പെട്ടെന്ന് കയറി അങ്ങ് ബ്രൗൺ ആവും. അപ്പം അതാണ് ഒരു ചെറിയ ബ്രൗൺ കളർ. തീ ഒന്ന് കുറയ്ക്കാം. നമ്മൾ കുറച്ച് സാധനം ഇട്ട് വറുത്താൽ മതിയാവും. നമ്മൾ കൂടുതൽ ഇടേണ്ട കാര്യമില്ല. കാരണം എല്ലാം കൂടെ ഒരുമിച്ച് ഇത് ആ ഒരു ഫ്രൈങ് പാനിനകത്തോട്ട് നമ്മൾ നോക്കി നിൽക്കണം. അല്ലെങ്കിൽ ഇത് ചിലപ്പോൾ കരിഞ്ഞ് കൂടുതലായി കഴിഞ്ഞാലും അതിൻ്റെ ടേസ്റ്റ് മാറും. ഒരുപാടങ്ങ് കരിയാനും പാടില്ലത്. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. നമ്മൾ അത്യാവശ്യം എല്ലാം ചെയ്തെടുക്കാനായിട്ടുള്ളത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി എണ്ണയിൽ നമുക്ക് വറുക്കണം. അല്പോടെ ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് ഇടയ്ക്കെടുക്കാം. നമുക്ക് ഇനി ഒരു സർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇപ്പം നമ്മുടെ എന്താ പറയുക, ഈ ചേമ്പ് ഉണക്കമീൻ സ്നാക്ക് റെഡിയായി കഴിഞ്ഞു. നമുക്കിനി ഇതൊരു സർവിങ് ഡിഷിലേക്ക് ഇത് മാറ്റാം. ഇതിനായിട്ടൊരു ബൗൾ എടുത്തിട്ടുണ്ട്. പിന്നെ അതിനേക്കാൾ ഉപരി ഇതേണ്ട ഒരു ചട്നി. അതായത് ഇതിൻ്റെ കോമ്പിനേഷൻ എല്ലാവരും പറയും. സാധാരണ നമ്മൾ കട്ട്ലറ്റ്സ് ഒക്കെ ചെയ്യുമ്പം ടൊമാറ്റോ സോസ് അല്ലെങ്കിൽ ചില്ലി സോസ് ഇങ്ങനെയുള്ള സാധനം സോസ് ഒന്നും ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ അല്ല. കാരണം ഇത് ഉണക്കമീനായതുകൊണ്ട്. അതുകൊണ്ട് ഞാനൊരല്പം ചുവന്നുള്ളിയും വറ്റൽമുളക്, പിഴുപുളി ഇതിൻ്റെ എല്ലാം കൂടെ നമ്മൾ സാധാരണ കപ്പയൊക്കെ കൂട്ടുമ്പോൾ ചമ്മന്തിയില്ലേ, അത് ചെയ്തെടുത്ത് വെച്ചേക്കുന്നതാണ്. നമുക്കൊരല്പം കൂടി ഇതിനകത്ത് ഉപ്പ് ആവശ്യത്തിനിട്ടുണ്ട്. അല്പം കൂടി ഇതിനകത്തുള്ള വെളിച്ചെണ്ണ ഒഴിക്കാം. കാരണം ഇതാണ് അതിൻ്റെ കറക്റ്റ് ആ കോമ്പിനേഷൻ. നമ്മുടെ ഈ ചെയ്ത് വെച്ചിരിക്കുന്ന ബോൾസ് ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ വെച്ചിട്ട് തന്നെ ഈ ചട്നി ഇതിൽ മുക്കി ഒക്കെ കഴിക്കാനായിട്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു സ്നാക്ക്. അപ്പം തീർച്ചയായിട്ടും ഇത് കാരണം നമ്മളെല്ലാം ഇപ്പോഴും കട്ട്ലറ്റ്സ് ഇങ്ങനെയുള്ള സാധനങ്ങൾ സ്ഥിരം കഴിക്കുന്ന സാധനത്തിന് ഇച്ചിരി ഡിഫറെൻ്റ് ആയിട്ട് ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഉണക്കമീൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ചിലപ്പോൾ ഇത് ഇഷ്ടപ്പെടത്തില്ല. അങ്ങനെയുള്ളവർക്ക് ഫിഷ് ഫ്രൈ അല്ലെങ്കിൽ ചിക്കൻ എന്തെങ്കിലും ഇതിന് ചെയ്തതൊക്കെ വേണമെങ്കിൽ ചേമ്പിൻ്റെ കൂടെ കോമ്പിനേഷൻ അത് കുഴപ്പമില്ല. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായം അറിയിക്കുക. താങ്ക് യു.